So we are starting GIT PM part. ഓക്കെ, അപ്പോൾ GITയുടെ PM പാർട്ട് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഡിസീസസ് ഓഫ് ഓറൽ ക്യാവിറ്റിയിലേക്കാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്, മൗത്തിൽ നിന്ന് ആനസ് വരെയുള്ളൊരു ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസീസസ് ഓഫ് ഓറൽ ക്യാവിറ്റിയാണ്. ചെറിയ ചെറിയ ഡിസീസസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഗ്ലോസൈറ്റിസ്. എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ സോർനെസ് ആൻഡ് റെഡ്നെസ് ഓഫ് ദ ടങ്. ടങ്ങിൻ്റെ ഇൻഫ്ലമേഷനാണ് ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു ബീഫി റെഡ് ഭയങ്കര ബീഫി റെഡ് ആയിട്ടുള്ള ടങ് ആയിരിക്കും. മിക്കവാറും അത് എന്തെങ്കിലും ബി കോംപ്ലക്സ് വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അതല്ലെങ്കിൽ B12 മെഗാബ്ലാസ്റ്റിക് അനീമിയ, അതുപോലെ ലിവർ സിറോസിസ്, ആൽക്കഹോളിസം, പിന്നെ ഒരുപാട് സ്പൈസി ഫുഡ്സൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു സോർനെസ് ആൻഡ് റെഡ്നെസ് വരാം. ദാറ്റ് ഈസ് ഗ്ലോസൈറ്റിസ്. നെക്സ്റ്റ് ഈസ് ല്യൂക്കോപ്ലേക്കിയ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഒരു ക്രോണിക് ആയിട്ടുള്ളൊരു ലീഷൻ ആയിരിക്കും. ഒരു വൈറ്റ് ഫേം സ്മൂത്ത് പാച്ചസ് ടങ്ങിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യമൊക്കെ പെയിൻലെസ് ആയിരിക്കും, പിന്നീട് അതിൽ ഫിഷേഴ്സ് വന്നിട്ട് അത് പെയിൻഫുൾ ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അങ്ങനെയാണ് പിന്നെ അത് ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് കടക്കുന്നത്. ഇതാണ് ല്യൂക്കോപ്ലേക്കിയ. എല്ലാവരും നമ്മൾ ക്ലിനിക്കിലൊക്കെ കാണുന്ന ഒരു സംഭവം തന്നെയാണിത്, ല്യൂക്കോപ്ലേക്കിയ. നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിന് നല്ലൊരു റിസൾട്ടും കിട്ടാറുണ്ട് മെഡിസിൻസ് കൊടുക്കുമ്പോൾ. നെക്സ്റ്റ് ഈസ് ഹെയറി ടങ്. ഹെയറി ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടങ്ങിലുള്ള പാപ്പിലേസ് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ രീതിയിലുള്ള ടേസ്റ്റിൻ്റെ പാപ്പിലേസ് വന്നിട്ട് അത് ഇലോങ്ങേറ്റ് ചെയ്യും. ഈ ഫിലിഫോം പാപ്പിൽ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹെയർ പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹെയറി ടങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലോങ്ങേഷൻ ഓഫ് ഫിലിഫോം പാപ്പിലെ അറ്റ് ദ ഡോൾസം ഓഫ് ദ ടങ്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് കെരറ്റിൻ ലെയർ ടു ഡെസ്ക്വാമേറ്റ് നോർമലി. അപ്പോൾ ആ ഒരു കെരറ്റിൻ ലെയർ നോർമലി ഡെസ്ക്വാമേറ്റ് ചെയ്ത് പോകാത്തതിനാലാണ് അങ്ങനെ ഒരു ഹെയർ പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് ഒരു ബ്ലാക്ക് ടങ് ആയിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് കാണപ്പെടും. നെക്സ്റ്റ് ഈസ് എറിത്രോപ്ലേക്കിയ. അപ്പോൾ ഇത് ല്യൂക്കോപ്ലേക്കിയ പോലെ തന്നെ ആണെങ്കിലും ഇവിടെ നമുക്ക് എന്താണുള്ളത്? 17 times മോർ ദാൻ ല്യൂക്കോപ്ലേക്കിയാണ് എറിത്രോപ്ലേക്കിയ നമുക്കുള്ളത്. ഇവിടെ റെഡ് പാച്ചസ് ആയിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. മെയിൽസിലും ഫീമെയിൽസിലും ഒക്കെ ഈക്വലി നമുക്ക് കാണാം. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ദ വെരി ബാഡ് പ്രൊഗ്നോസിസ്. ഇതാണ് എറിത്രോപ്ലേക്കിയ. വൈറ്റ് കളറിന് പകരമായിട്ട് റെഡ് കളറിൽ ഇങ്ങനെ ഒരു പാച്ച് പോലെ നിൽക്കും. അപ്പോൾ ഇത് ല്യൂക്കോപ്ലേക്കിയയിലും കുറച്ചും കൂടി കോമൺ ആയിട്ട് നമുക്കുള്ളത് എന്താണ്? ഈ എറിത്രോപ്ലേക്കിയ തന്നെയാണ്. നെക്സ്റ്റ് ഈസ് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. ഈവൻ ഈ GITയിൽ മാത്രമല്ല, ഹെഡ് ആൻഡ് നെക്കിൻ്റെ അനാട്ടമിയുടെ ആ ഒരു സെക്ഷനിലും ഈ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ അനാട്ടമിയും കുറച്ച് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹെഡ് ആൻഡ് നെക്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമായിരിക്കും അനാട്ടമിയിൽ, പക്ഷേ ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ PM പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കൺജനറ്റൽ അനോമലിയാണ്. നമ്മുടെ ഓറൽ ക്യാവിറ്റി നോക്കുമ്പോൾ മോസ്റ്റ് കോമൺ കൺജനറ്റൽ അനോമലി തന്നെയാണ് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും എന്ന് പറയുന്നത്. 600 പേരിൽ ഒരാൾക്കെങ്കിലും ഇത് കാണുന്നു. ആൻഡ് രണ്ടും ഇത് ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലെഫ്റ്റ് ലിപ്പ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ മെയിൽസ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ് ഈസ് മോർ കോമൺ ഇൻ ഫീമെയിൽസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെയിൽസിൽ ക്ലെഫ്റ്റ് ലിപ്പും ഫീമെയിൽസിൽ ക്ലെഫ്റ്റ് പാലറ്റും ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ മിക്കവാറും ഇത് യൂണിലാറ്ററൽ ആയിരിക്കും. രണ്ട് സൈഡിലും വരൽ കുറവാണ്. യൂണിലാറ്ററൽ ആയിരിക്കാം. ഐസൊലേറ്റഡ് ക്ലെഫ്റ്റ് ലിപ്പ് ഡിഫോമിറ്റി ഈസ് മോസ്റ്റ് കോമൺലി സീൻ എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലിപ്പിലും പാലറ്റിലും തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള യൂണിലാറ്ററൽ ആയിട്ടുള്ള ക്ലെഫ്റ്റ് ലിപ്പ് ഡിഫോമിറ്റിയാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചുണ്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കയറി മൂക്കിനോട് ചേർന്നിരിക്കുന്ന രീതിയിലായിരിക്കും ക്ലെഫ്റ്റ് ലിപ്പ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം വരുന്നത്? എന്തുകൊണ്ടാണ് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും വരുന്നത്? അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അതാണ് അതിൻ്റെ അനാട്ടമി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട് ഫെയിലിയർ ഓഫ് ഫ്യൂഷൻ ഓഫ് ദ മാക്സിലറി പ്രോമിനൻസ് ആൻഡ് മീഡിയൽ നേസൽ പ്രോമിനൻസ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫേസിൽ നമ്മുടെ മുഖം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കുറച്ച് പ്രോസസ്സുകളുടെ പേരാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഫ്രോണ്ടൽ പ്രോസസ്സ്, മീഡിയൽ നെയ്സൽ പ്രോസസ്സ്, ലാറ്ററൽ നെയ്സൽ പ്രോസസ്സ്, മാക്സിലറി പ്രോസസ്സ് ആൻഡ് മാൻഡിബുലാർ പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഇതൊക്കെ? ഈ ഒരു പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഇതിൻ്റെ ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിമിറ്റീവ് ഫേസ് ആണ്.
നമ്മുടെ ഫേസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ഏറ്റവും ആദ്യത്തെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫ്രോണ്ടോ നേസൽ പ്രോമിനൻസ് കാണാൻ പറ്റും അല്ലേ. ആ ഫ്രോണ്ടോ നേസൽ പ്രോമിനൻസ് ആണ് പിന്നീട് ഫോർഹെഡ് ആയിട്ട് മാറുന്നത്. ദെൻ അതിൻ്റെ താഴെ ഒരു പച്ച കളറിൽ കാണുന്നതാണ് മാക്സിലറി പ്രോസസ്സ്. അതാണ് പിന്നീട് മാക്സിലയായിട്ട് മാറുന്നത്. പിന്നെ അതിൻ്റെ താഴെ മാൻഡിബുലാർ പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഓറൽ ക്യാവിറ്റി ഉണ്ട്. ഈ മാക്സിലറി പ്രോസസ്സും മാൻഡിബുലാർ പ്രോസസ്സും ഈ ഓറൽ ക്യാവിറ്റിയും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇപ്പുറം കണ്ടിട്ട് ഈ ഒരു കണ്ണ് പോലെ ഇരിക്കുന്ന സാധനം കണ്ണല്ല, മൂക്കിൻ്റെ പ്രിമിറ്റീവ് ഏരിയ ആണ്. മൂക്കിൻ്റെ പ്രിമിറ്റീവ് ഏരിയ രണ്ടായി തിരിച്ചേക്കുന്നുണ്ടോ. മീഡിയൻ ഭാഗത്തുള്ളത് മീഡിയൽ നേസൽ പ്രോസസ്സും ലാറ്ററൽ ഭാഗത്തുള്ള നീല കളറിൽ വരുന്നത് ലാറ്ററൽ നേസൽ പ്രോസസ്സും ആണ്. അപ്പോൾ അതാണ് രണ്ട് പ്രോസസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രോണ്ടൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫോർഹെഡ് ഡെവലപ്പ് ചെയ്യും. ഈ മീഡിയൽ നേസൽ പ്രോസസ്സും ലാറ്ററൽ നേസൽ പ്രോസസ്സും ആണ് മൂക്കായിട്ട് ഡെവലപ്പ് ആവുന്നത്. മൂക്കും ചുണ്ടും കേട്ടോ, മൂക്കും ചുണ്ടുമായിട്ട് ഡെവലപ്പ് ആവുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ മീഡിയൽ നേസൽ പ്രോസസ്സും ലാറ്ററൽ നേസൽ പ്രോസസ്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കുക. മീഡിയൽ നേസൽ പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയൽ നേസൽ പ്രോസസ്സ് നമ്മൾ കണ്ടു അല്ലേ. ആ മൂക്കിൻ്റെ മീഡിയൽ ഭാഗത്തിരിക്കുന്ന രണ്ട് പ്രോസസ്സുകൾ. ഈ രണ്ട് മീഡിയൽ നേസൽ പ്രോസസ്സ് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് വന്നിട്ടാണ് ഫിൽട്രം ഫോം ചെയ്യുന്നത്. ഫിൽട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മീശയുടെ സൈഡിൽ ഏറ്റവും നടുക്കായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു ചാല്, മൂക്കിൻ്റെ ചാലെന്ന് പറയും. ആ ഒരു ചാലിനെയാണ് നമ്മൾ ഫിൽട്രം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മീഡിയൽ നേസൽ പ്രോസസ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഫിൽട്രം വരുന്നത്. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ രണ്ട് മീഡിയൽ നേസൽ പ്രോസസ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ 3 രീതിയിൽ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് ഫിൽട്രമായിട്ട് മാറുന്നത്. മറ്റുള്ള ഭാഗങ്ങൾ നമ്മുടെ വായിൻ്റെ ഉള്ളിലെ ഇൻസിസർ ടീത്തിൻ്റെ അവിടെയും പിന്നെ പാലറ്റിലേക്കുമാണ് പോകുന്നത്. അത് നമ്മൾ പാലറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ ഒന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ മീഡിയൽ നേസൽ പ്രോസസ്സ് നമ്മുടെ ഫേസിനെ ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ മീഡിയൽ നേസൽ പ്രോസസ്സ് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടാണ് ഫിൽട്രം ഉണ്ടാകുന്നത്. ഇനി ലാറ്ററൽ നേസൽ പ്രോസസ്സ് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ മൂക്കിൻ്റെ പാളി ഉണ്ടല്ലോ, അലൈനേസി, അത് ഫോം ചെയ്യുന്നത്. ഇനി മാക്സിലറി പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടു. ആ ഒരു ഇതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ താഴെ മാൻഡിബുലർ. ഈ മാക്സിലറി പ്രോസസ്സും ഈ മീഡിയൽ നേസൽ പ്രോസസ്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ അപ്പർ ലിപ്പ് ഫോം ചെയ്യുന്നത്. അതായത് മാക്സിലറി പ്രോമിനൻസും ലാറ്ററൽ പാർട്ട് ഓഫ് അപ്പർ ലിപ്പും കൂടി ഫോം ചെയ്യുന്നത് എന്താണ്, ഈ ലിപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ലാറ്ററൽ നേസൽ പ്രോസസ്സും മാക്സിലറി പ്രോസസ്സും മീഡിയൽ നേസൽ, ഈ മൂന്നും കൂടി ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ ലാറ്ററൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മാൻഡിബുലാർ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മാൻഡിബിളും നമ്മുടെ ലോവർ ലിപ്പും ഫോം ചെയ്യുന്നത് മാൻഡിബുലാർ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫേസിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലിപ്പിൻ്റെ ക്ലെഫ്റ്റ് ലിപ്പും വരാം, ലോവർ ലിപ്പിൻ്റെ ക്ലെഫ്റ്റ് ലിപ്പിനും വരാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഫ്യൂസ് ആയില്ലെങ്കിലാണ് നമുക്ക് ഈ ക്ലെഫ്റ്റ് ലിപ്പും വരുന്നത്. അപ്പോൾ അപ്പറിൽ 3 രീതിയിൽ വരാം. മിഡ് ലൈൻ ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്യൂഷനും നടന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽട്രം ആബ്സെൻ്റ് ആയിട്ട് വരും. ഫിൽട്രം ആബ്സെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മീഡിയൽ നേസൽ പ്രോസസ്സ് രണ്ടും കൂടി ഫ്യൂസ് ആയപ്പോൾ ഉണ്ടായ ചെറിയൊരു വ്യത്യാസം വന്നപ്പോഴാണ് നമുക്ക് അവിടെ ഒരു മിഡ് ലൈൻ ക്ലെഫ്റ്റ് ലിപ്പ് വരുന്നത്. അവിടെ നമുക്ക് ഫിൽട്രം ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ക്ലെഫ്റ്റ് അപ്പർ ലിപ്പിൻ്റെ ക്ലെഫ്റ്റ് ലിപ്പ്, അതായത് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ക്ലെഫ്റ്റ് അപ്പർ ലിപ്പാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹെയർ ലിപ്പ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ഹെയർ ലിപ്പ് എന്ന് പറയുന്നത് അപ്പർ ലിപ്പിൻ്റെ ക്ലെഫ്റ്റ് ലിപ്പിനെയാണ് നമ്മൾ ഹെയർ ലിപ്പ് എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ആയി കാണുന്നത്. ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ഫ്യൂഷൻ ഓഫ് മീഡിയൻ നേസൽ പ്രോസസ്സ് വിത്ത് ദ മാക്സിലറി പ്രോസസ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ ലിപ്പിൻ്റെ ലാറ്ററൽ പാർട്ട് ഫോം ചെയ്യുന്നത് MNPയും LNPയും മാക്സിലറി പ്രോസസ്സും 3ഉം കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലാറ്ററൽ പാർട്ട് ഓഫ് ദ അപ്പർ ലിപ്പ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ മാക്സിലറി പ്രോസസ്സുമായിട്ട് MNP ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്ലെഫ്റ്റ് അപ്പർ ലിപ്പ് വരുന്നു. ഇനി ഒബ്ലിക് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ട്, ചെരിഞ്ഞിട്ട് വരുന്നൊരു സംഭവം. അത് വരുന്നത് LNP ആൻഡ് മാക്സിലറി പ്രോസസ്സ് ഫെയിലിയർ ഫ്യൂഷൻ ഓഫ് വരുമ്പോഴാണ് ഒബ്ലിക് ക്ലെഫ്റ്റ് ലിപ്പ് വരുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായോ? അതാണ് അപ്പർ ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ 3 ടൈപ്സ്. ലോവർ നമ്മൾ നേരത്തെ പറഞ്ഞു മാൻഡിബുലാർ പ്രോസസ്സിൻ്റെ ഫ്യൂഷൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ലോവർ വരുന്നത്. പക്ഷെ ലോവർ വളരെ അൺകോമൺ ആണ്. അപ്പറാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. അതിൽ തന്നെ
അപ്പർ ലിപ്പിൻ്റെ ക്ലെഫ്റ്റ് ഹെയർ ലിപ്പാണ് നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇതായൊരു പിക്ചറിൽ നമുക്ക് പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് പാലറ്റിൻ്റെ ആണ് കേട്ടോ. ഡെവലപ്മെൻറ്റ് ഓഫ് പാലറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2 മീഡിയൻ നേസൽ പ്രോസസ്സ് 2 സൈഡിൽ നിന്ന് വന്ന് ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഫിൽട്ടർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 3 രീതിയിൽ ഒരു ഇൻ്റർ മാക്സിലറി സെഗ്മെൻ്റ് ആയിട്ടാണ് ആദ്യം അത് ഉണ്ടാവുന്നത്. എന്നിട്ട് അത് 3 പാർട്ട്, അതിനൊരു 3 പാർട്ടായിട്ട് തിരിച്ചേക്കുകയാണ്. അതിൻ്റെ ലേബിയൽ കമ്പോണൻ്റ് ആണ് ഫിൽട്ടറുമായിട്ട് മാറുന്നത്. അപ്പർ കമ്പോണൻ്റ് ഉണ്ട്. അപ്പർ കമ്പോണൻ്റ് അപ്പർ 4 ഇൻസിസർ ടീത്തിലേക്കാണ് ജോയിൻ ആവുന്നത്. ആൻഡ് പാലറ്റൽ കമ്പോണൻ്റ് ഉണ്ട്. നമ്മുടെ വായിൽ നമ്മൾ നാക്കുകൊണ്ട് മുകളിൽ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു പാലറ്റ് ഉണ്ടല്ലോ, ആ ഒരു പാലറ്റൽ കമ്പോണൻ്റ് ആണ് ഈ പ്രിമിറ്റീവ് പാലറ്റ് ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്രിമിറ്റീവ് പാലറ്റ് കണ്ടോ, നമ്മുടെ മുകളിലുള്ള മൂക്കിൻ്റെ മീഡിയൻ നേസൽ പ്രോസസ്സ് 2ഉം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രിമിറ്റീവ് പാലറ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഈ പച്ച കളറിൽ കാണുന്നതാണ് സെക്കൻഡറി പാലറ്റൽ ഷെൽഫ്സ്. ഓക്കെ, ഇതിങ്ങനെ ഫ്യൂസ് ആയിട്ടാണ് നമുക്ക് മൊത്തത്തിൽ പാലറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലേബിയൽ പാലറ്റൽ കമ്പോണൻ്റ് ആണ് പ്രിമിറ്റീവ് പാലറ്റായി മാറുന്നത്. അപ്പോൾ ഈ മാക്സിലറി പ്രോസസ്സും നമ്മുടെ ഇപ്പം മൂക്കിൻ്റെ അവിടെ പറഞ്ഞ മാക്സിലറി പ്രോസസ്സും 2 പാലറ്റൈൻ പ്രോസസ്സുകളും 2 പാലറ്റൈൻ പ്രോസസ്സും കൂടി ചേർന്നിട്ടാണ് സെക്കൻഡറി പാലറ്റ് ഉണ്ടാവുന്നത്. കണ്ടോ, സെക്കൻഡറി പാലറ്റ് ഉണ്ടാവുന്നത് പാലറ്റൈൻ പ്രോസസ്സ് ഉണ്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലായിട്ട്. ആ പാലറ്റൈൻ പ്രോസസ്സും മാക്സിലറി പ്രോസസ്സും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡറി പാലറ്റ് ഉണ്ടാവുന്നത്. പ്രിമിറ്റീവ് പാലറ്റ് നമ്മൾ പറഞ്ഞു മീഡിയൽ നേസൽ പ്രോസസ്സ് 2ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. സെക്കൻഡറി പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിലറി പ്രോസസ്സും അതുപോലെ പാലറ്റൈൻ പ്രോസസ്സും കൂടി ഉണ്ടാവുന്നതാണ് സെക്കൻഡറി പാലറ്റ്. അപ്പോൾ എങ്ങനെയാണ് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടാവുന്നത്? അതും ഇതുപോലെ 3 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർഷ്യൽ ക്ലെഫ്റ്റ് പാലറ്റ്, യൂണിലാറ്ററൽ കംപ്ലീറ്റ് ക്ലെഫ്റ്റ് പാലറ്റ് ആൻഡ് ബൈലാറ്ററൽ കംപ്ലീറ്റ് ക്ലെഫ്റ്റ് പാലറ്റ്. അപ്പോൾ പാർഷ്യൽ ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പാലറ്റ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. അതായത് ഹാർഡ് പാലറ്റ് മാത്രം ഇൻവോൾവ് ആവുന്നതാണ് പാർഷ്യൽ ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രിമിറ്റീവ് ഇൻവോൾവ് ആവുന്നില്ല, സെക്കൻഡറി പാലറ്റ് മാത്രം. ഇനി യൂണിലാറ്ററൽ കംപ്ലീറ്റ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് പാലറ്റും സെക്കൻഡറി പാലറ്റും ഓഫ് 1 സൈഡാണ് യൂണിലാറ്ററൽ കംപ്ലീറ്റ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. ബൈലാറ്ററൽ കംപ്ലീറ്റ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാൽ വൈ ഷേപ്പ്ഡ് ആയിരിക്കും. അതായത് പ്രിമിറ്റീവ് പാലറ്റ് ആൻഡ് സെക്കൻഡറി പാലറ്റ് ഓഫ് ബോത്ത് സൈഡ്സ് ഫെയിൽസ് ടു ഫ്യൂസ്. അപ്പോൾ ഇതാണ് ക്ലെഫ്റ്റ് പാലറ്റിൻ്റെ 3 ടൈപ്സ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ അനാട്ടമി ജസ്റ്റ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെഡ് ആൻഡ് നെക്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ PM പാർട്ടിൽ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കൺജനിറ്റൽ അനോമലി. ക്ലെഫ്റ്റ് ലിപ്പ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ മെയിൽസ്, ക്ലെഫ്റ്റ് പാലറ്റ് ഈസ് മോർ കോമൺ ഇൻ ഫീമെയിൽസ്. അതിൽ തന്നെ ക്ലെഫ്റ്റ് ലിപ്പിൽ യൂണിലാറ്ററൽ ഐസൊലേറ്റഡ് ആയിട്ട് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോസ്റ്റ് കോമൺലി വരുന്നത്. പിന്നെ ഓരോ ടൈപ്പ് നമ്മൾ നോക്കുക, അത് ഏതൊക്കെയാണ് ഫ്യൂസ് ചെയ്യാൻ പ്രശ്നമുള്ളതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഈ ഒരു സംഭവം ഹെയർ ലിപ്പ് എന്തൊക്കെ ഫ്യൂഷൻ കൊണ്ടാണ് പ്രശ്നം വരുന്നത്, ഒബ്ലിക് ലെഫ്റ്റ് ലിപ്പ് എന്തിൻ്റെയൊക്കെ ഫ്യൂഷനാണ് പ്രശ്നം വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസീസ് കണ്ടീഷൻ ഓറൽ ക്യാവിറ്റി കാർസിനോമയാണ്. ഓറൽ ക്യാവിറ്റി കാർസിനോമ മോസ്റ്റ് കോമൺലി നമുക്ക് കാണുന്നത് മെന്നിലാണ്, ഇന്ത്യയിലാണ് കൂടുതലായിട്ടും കാണുന്നത്. 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. ടങ്കാണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഓറൽ ക്യാവിറ്റി. ഏതാണെന്ന് ചോദിച്ചാൽ ടങ്കാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടങ്കിലാണ് നമുക്ക് ഓറൽ ക്യാവിറ്റിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഇൻ ഇന്ത്യ ഈസ് ബക്കൽ മ്യൂക്കോസ. ബക്കൽ മ്യൂക്കോസയാണ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ബക്കൽ മ്യൂക്കോസയാണ്. അതെന്തായിരിക്കും കൂടുതൽ ഈ ഹാൻഡ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ഒരു ബക്കൽ മ്യൂക്കോസിലാണല്ലോ. അപ്പോൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ കോമൺ സൈറ്റ് ടങ് ആണെങ്കിലും ഇന്ത്യയിൽ കോമൺ സൈറ്റ് വരുന്നത് ബക്കൽ മ്യൂക്കോസയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓറൽ ക്യാവിറ്റി CA മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് ടങ് ആൻഡ് ഇന്ത്യ ഇറ്റ് ഈസ് ബക്കൽ മ്യൂക്കോസ. ദെൻ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 16, പ്ലമർ വിൻസൻ സിൻഡ്രോം എക്സെട്ര ആർ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി CA ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ സൈറ്റ് ആയിട്ട് പറയുന്നത് വെർമിലിയൻ ബോർഡർ ഓഫ് ലോവർ ലിപ്പിൻ്റെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതലായിട്ടും ഈ CA ലിപ്പ് കാണുന്നതെന്നാണ് പറയുന്നത്. അതും മെയിൽസിലാണ് കൂടുതലും. പിന്നെ പറയുന്നത് 40 years ഓഫ് ഏജ് ഓവറാണ്. കൂടുതൽ എക്സ്പോഷർ ടു സൺലൈറ്റ് പറയുന്നുണ്ട് റിസ്ക് ഫാക്ടറായിട്ട്.
പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ പെയിൻലെസ് ആയിട്ടുള്ളൊരു അൾസറോ അല്ലെങ്കിൽ ഒരു നോഡ്യൂള് പോലെയാണത് കാണപ്പെടുന്നത്. ലോക്കലി സ്പ്രെഡ് ചെയ്യും. ഓക്കെ. ദെൻ സി എ ടങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്ക്വാമസ് സെൽ കാർസിനോമ ഈസ് മോസ്റ്റ് കോമൺ. SCC എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ആൽക്കഹോളും ടുബാക്കോയുമാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. മോസ്റ്റ് കോമൺ സൈറ്റ് ഏതാണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണത്. സി എ ടങ്ങിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് ലാറ്ററൽ ആൻഡ് വെൻട്രൽ സർഫസ് ഓഫ് ദ ടങ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലാറ്ററൽ ആൻഡ് വെൻട്രൽ സർഫസ് ഓഫ് ദ ടങ് ആണ് മോസ്റ്റ് കോമൺ സൈറ്റ്. പിന്നെ ഇവിടെ നമുക്ക് ലിംഫ് നോഡ് സ്പ്രെഡും അതുപോലെ അതാണ് മെയിനായിട്ട് വരുന്നത്. അത് വരുന്നത് സബ് മാൻഡിബുലർ സ്പേസിലൂടെയാണ്. പിന്നെ അതുപോലെ അപ്പർ സെർവിക്കൽ ലിംഫ് നോഡ്സിലാണ്. ഇവിടെയും നമുക്ക് മെന്നിലാണ് കൂടുതലായിട്ടും കാണുന്നത്. വെഡ്ജ് ഓർ പഞ്ച് ബയോപ്സിയാണ് നമ്മൾ കൺഫർമേറ്റീവ് ആയിട്ട് എടുക്കുന്ന ടെസ്റ്റ്. പിന്നെ ഇമ്പാക്റ്റഡ് ടൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടൂത്ത് ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇറപ്റ്റ് ആവാതെ അവിടെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇമ്പാക്റ്റഡ് ടൂത്ത് വരുന്നത്. അപ്പോൾ ഒരു നമ്മുടെ ടീത്ത് ഇറപ്ഷൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അതായത് ആദ്യം ഇറപ്റ്റ് ആവേണ്ടത് മാൻഡിബുലാർ രീതിയിലുള്ള താടി ലോവർ ജോയിലുള്ള തേർഡ് മോളാറാണ് ഫസ്റ്റ് ഇറപ്റ്റ് ആവേണ്ടത്. ദെൻ വരേണ്ടത് മാക്സിലറി അപ്പറിലുള്ള തേർഡ് മോളാർ, ലോവർ തേർഡ് മോളാർ ആദ്യം, ദെൻ അപ്പർ തേർഡ് മോളാർ, പിന്നെ മാക്സിലറി കനൈൻ വെച്ചാൽ അപ്പർ കനൈനുമാണ് ആദ്യം എന്താവേണ്ടത്? ഇറപ്റ്റ് ആവേണ്ടത്. അതിൻ്റെ ഒരു ഓർഡർ ഓഫ് ഫ്രീക്വൻസി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ഇറപ്റ്റ് ശരിക്കും ആവാതെ വരുമ്പോഴാണ് നമുക്ക് ഇമ്പാക്റ്റഡ് ടൂത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പെയിൻ ഉണ്ടാവും, ബാഡ് ബ്രെത്ത് ഉണ്ടാവും, ബ്ലീഡിംഗ് ഗംസ് ഉണ്ടാവും, ഡെന്റൽ ക്യാവിറ്റീസ് ആൻഡ് ജിഞ്ചിവൈറ്റിസ് വരാം. ദാറ്റ് ഈസ് ഇമ്പാക്റ്റഡ് ടൂത്ത്. പിന്നെ ആഫ്റ്റർ സൾസർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ക്ലിനിക്കിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ദ പെയിൻഫുൾ റിക്കറൻറ്റ് സൂപ്പർഫിഷ്യൽ അൾസർ യൂഷ്വലി ഇൻവോൾവിംഗ് ദ മൂവബിൾ മ്യൂക്കോസ. മൈനർ ഫോം ആയിട്ടാണ് അധികം വരുന്നത്. ചെറിയ രീതിയിൽ 2 to 10 mm സൈസിൽ കാണപ്പെടാം. നെക്രോട്ടിക് ഏരിയ ഉണ്ടാവും. പിന്നെ വലിയ അൾസറായിട്ട് വരാം. അത് 2 to 4 centimeter വരെയൊക്കെ വരാം. അവിടെ നമുക്ക് സ്കാർ കാണാൻ പറ്റും. പിന്നെ അത്ര കണ്ടേജിയസ് ഒന്നുമല്ല, പക്ഷേ കാർസിനോമാറ്റസ് അൾസേഴ്സും വരാം. അത് മിക്കവാറും സിംഗിൾ ആൻഡ് പെയിൻലെസ് ആയിരിക്കും. TBയിലൊക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. കാർസിനോമ അൾസേഴ്സ് അധികം സിംഗിൾ ആയിരിക്കും, പക്ഷേ TB അൾസേഴ്സ് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. സിഫിലിറ്റിക് അൾസേഴ്സ് എങ്ങനെയാണ്? പെയിൻലെസ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിഫിലിറ്റിക് അൾസേഴ്സ് ആ പെയിൻലെസ് അൾസേഴ്സ് വിത്ത് ഇൻഡ്യൂറേഷൻ നമുക്കറിയാതെ. TBയിൽ മൾട്ടിപ്പിൾ ആണെന്നുള്ളവർക്ക് അതിലൊരു അണ്ടർമൈൻഡ് മാർജിൻ ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. കാർസിനോമാറ്റസ് അൾസറും ആദ്യം പെയിൻലെസ് ആയിരിക്കും, പക്ഷെ പിന്നീട് അത് പെയിൻഫുൾ ആവും, സിംഗിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ആഫ്റ്റർ അൾസറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ലുഡ്വിഗ്സ് ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെല്ലുലൈറ്റിസ് ആണ്. അവിടെ ഒരു സബ് മാൻഡിബുലർ സ്പേസിൽ വരുന്ന ഒരു സെല്ലുലൈറ്റിസ് ആണ് ലുഡ്വിഗ്സ് ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലായിട്ടും ഡെന്റൽ ഇൻഫെക്ഷൻസ് ആണ് അതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The most common organism is group A, Streptococcus. ഒഡൈനോഫേജിയ ഉണ്ടാവും, അതായത് പെയിൻ വൈൽ സ്വാലോയിങ് ഉണ്ടാവും, ഡെന്റൽ പെയിൻ ഉണ്ടാവും, ട്രിസ്മസ്, നമുക്ക് ശരിക്കും ജോ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ, ട്രിസ്മസ് ഉണ്ടാവും. അപ്പോൾ ലുഡ്വിഗ്സ് ആൻജൈന നമുക്ക് എന്താണെന്ന് ചോദ്യം വരാം. ദിസ് എ റാപ്പിഡ്ലി പ്രോഗ്രസീവ് cellulitis of the submandibular space and the most common cause is dental infections. ഇതാണ് ലുഡ്വിഗ്സ് ആൻജൈന. കണ്ടോ, ആ ഒരു നാക്കിൻ്റെ താഴെയായിട്ടുള്ള സബ് മാൻഡിബുലർ സ്പേസിൽ കണ്ടോ ഒരു സെല്ലുലൈറ്റിസ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സെല്ലുലൈറ്റിസ് ഓഫ് സബ്ലിംഗ്വൽ ആൻഡ് സബ്ലിംഗ്വൽ ഇവിടെ പറയുന്നുണ്ട്. സബ് മാൻഡിബുലർ സ്പേസ് ഇൻവോൾവ് ഫ്ലോർ ഓഫ് ദ മൗത്ത് ആൻഡ് സബ് ഹയോയിഡ് ഏരിയ ബോത്ത് സൈഡ്സ് ഓഫ് ദ നെക്ക്. മോസ്റ്റ് കോമൺ സെക്കൻഡ് ഓർ തേർഡ് മോളാർ എക്സ്ട്രാക്ഷൻ, അതിൻ്റെ ഒരു സൈറ്റ് പറയുന്നുണ്ട്. സ്വെല്ലിംഗ് ഉണ്ടാവും, കാരണം ബുൾ നെക്ക് താഴെ നമുക്ക് ഭയങ്കര സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ബുൾ നെക്ക് അപ്പിയറൻസ് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും, ഡിഫിക്കൽട്ടി ഇൻ സ്പീച്ച്, ഇയറേക്ക്, ഡ്രൂളിംഗ് ഓഫ് സലൈവ, സ്ട്രൈഡർ ആൻഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ദിസ് ഈസ് എ ലുഡ്വിഗ്സ് ആൻജൈന. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കാൻക്രം ഓറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാൻഗ്രീനസ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് അതിൻ്റെ വേറൊരു പേര്. ഇറ്റ് ഈസ് ദ ഗാംഗ്രീനസ് പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ മൗത്ത്. അപ്പോൾ കാൻക്രം ഓറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാംഗ്രീനസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷനാണ് സ്റ്റൊമക്കിൻ്റെ അകത്ത് നടക്കുന്നത്. സീൻ ഇൻ സ്റ്റൊമക്കിലല്ല കേട്ടോ, മൗത്താണ്, സോറി.
ഗാംഗ്രീനസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ മൗത്ത് ആണ് കാൻക്രം മോറിസ്. സീൻ ഇൻ സിവിയർലി മാൽനറിഷ്ഡ് ചൈൽഡ് ലെസ് ദാൻ 5 years ഓഫ് ഏജ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭയങ്കര അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ള മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് കൂടുതൽ ഇത് കാണുന്നത്. ചിലപ്പോഴൊക്കെ മലേറിയ, മീസിൽസ്, മാലിഗ്നൻസിയുടെ കൂടെ വരാം. ഓൾവേസ് ക്വിക്ക്ലി ഫാറ്റൽ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും അധികം നാൾ ജീവിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസീസസ് ഓഫ് ഓറൽ ക്യാവിറ്റി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസീസസ് ഓഫ് ഈസോഫാഗസ്. അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, ഡിസീസസ് ഓഫ് ഈസോഫാഗസ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബാരറ്റ്സ് ഈസോഫാഗസ് ആണ്. ബാരറ്റ്സ് ഈസോഫാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ ആണ്. നമ്മുടെ ഒരു ഈസോഫാഗസിൽ ഉണ്ടാകുന്ന ഒരു മെറ്റാസ്റ്റാറ്റിക് ചേഞ്ച് ആണത്. സ്ക്വാമസ് ടു കോളംനാർ. സ്ക്വാമസ് എപ്പിത്തീലിയമായ ഈസോഫാഗസിനെ കോളംനാർ എപ്പിത്തീലിയമായി മാറുന്നതിനാണ് നമ്മൾ ബാരറ്റ്സ് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ. അതൊരു പ്രീ മാലിഗ്നന്റ് കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് ഇൻറ്റസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ ലീഡ്സ് ടു പ്രസൻസ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഗോബ്ലെറ്റ് സെൽസ്. അപ്പോൾ ആ ഒരു മെറ്റാപ്ലേഷ്യ വരുമ്പോൾ ഗോബ്ലെറ്റ് സെൽസ്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഗോബ്ലെറ്റ് സെൽസ് ഈ ഒരു ഈസോഫാഗസിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ആണ്. നമുക്ക് ഒരു സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു മെറ്റാസ്റ്റാറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഗ്യാസ്ട്രിക് റിഫ്ലക്സ് എൻഡോസ്കോപ്പിക് ഫൈൻഡിങ് റിവീൽസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. പിന്നെ ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അഡിനോ കാർസിനോമ ആൻഡ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പേരൊന്ന് ഓർത്ത് നോക്കുക. നിസൻസ് ഫണ്ടോപ്ലിക്കേഷൻ ഈസ് ദ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പേരാണ് കേട്ടോ, നിസൻസ് ഫണ്ടോപ്ലിക്കേഷൻ. നമ്മൾ ചെയ്യുന്നത് ബാരറ്റ്സ് ഈസോഫാഗസിലാണ്. സോ ഇവിടെ നമ്മൾ ഓർക്കുക, പ്രീ മാലിഗ്നൻ്റ് ആണെന്ന് ഓർക്കുക. എന്താണ് ചേഞ്ച് എന്നുള്ളത് ഓർക്കുക, സ്ക്വാമസ് ടു കോളംനാർ. ദെൻ നെക്സ്റ്റ് ഈസ് അക്ലേഷ്യ കാർഡിയ. അക്ലേഷ്യ കാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു ഓയർബാക്ക് പ്ലെക്സസ്. നമുക്ക് ഈ ഒരു ഇത് പഠിക്കുമ്പോൾ, സ്റ്റൊമക്കിൻ്റെ ഫിസിയോളജി പഠിക്കുമ്പോൾ ഓയർബാക്ക് ആൻഡ് മീസിനസ് പ്ലെക്സസ് നമ്മൾ പഠിക്കും. ഓയർബാക്സ് പ്ലെക്സസ് അധികവും എന്തിനു വേണ്ടിയിട്ടാണ്? മോട്ടോർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്ലെക്സസ് ആണ്. അപ്പോൾ ഈ ഒരു ഓയർബാക്ക് പ്ലെക്സസിൻ്റെ ആബ്സെൻസ് മൂലം നമുക്കുണ്ടാവുന്ന ഒരു മോട്ടോർ ഡിസോർഡർ ആണ്, ഒരു മോട്ടോർ പ്രശ്നം, അതായത് മൂവ്മെൻറ്റ് ഡിസോർഡർ ആണ് അക്ലേഷ്യ കാർഡിയ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോർമലി എന്ത് സംഭവിക്കണം? ഈ ലോവർ ഈസോഫാഗർ സ്ഫിങ്ക്റ്റർ തുറകെ അടയുകയും ചെയ്യണം അല്ലേ? പക്ഷേ ഈ ഒരു പ്രശ്നമുള്ള ആളുകൾക്ക് അത് പാരലൈസ്ഡ് ആയി പോകും. ഈ ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്റർ പാരലൈസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫുഡ് വന്നിട്ട് അവിടെ ലോഡ്ജായി കൊണ്ടിരിക്കും, സ്റ്റൊമക്കിലേക്ക് പോവില്ല, ഈസോഫാഗസിൽ വന്ന് കെട്ടി നിൽക്കുന്നൊരു അവസ്ഥ വരും. അതിനാണ് നമ്മൾ അക്ലേഷ്യ കാർഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മോട്ടോർ ഡിസോർഡർ ആൻഡ് ദ ക്ലാസിക്കൽ പ്രസൻറ്റേഷൻ ഈസ് പ്രോഗ്രസീവ് ഡിസ്ഫേജിയ ഫോർ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ്സ്. 2-6 വരാം. 30 to 60 years ഓഫ് ഏജ് ആണ് പറയുന്നത്. ബേരിയം മീൽ എക്സ്റേയിൽ നമുക്ക് ബേർഡ് ബീക്ക് അപ്പിയറൻസ് ആൻഡ് റാറ്റ് ടെയിൽ അപ്പിയറൻസ് കാണാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ബേർഡ് ബീക്ക് അപ്പിയറൻസ് ഏത് കണ്ടീഷനിലാണ് കാണുന്നത്. അതിൻ്റെ വേറൊരു ഇതാണ് റാറ്റ് ടെയിൽ അപ്പിയറൻസ്. പിന്നെ ഇവിടെയും നമുക്ക് CA ഈസോഫാഗസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ദിസ് ഈസ് അക്ലേഷ്യ കാർഡിയ. നമുക്ക് കാണാം അല്ലേ, ഒരു പക്ഷിയുടെ ബീക്ക് പോലെ നീണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് ബേർഡ് ബീക്ക് അപ്പിയറൻസ്. നെക്സ്റ്റ് ഈസ് പ്ലമ്മർ വിൻസൻ സിൻഡ്രോം അല്ലെങ്കിൽ പാറ്റേഴ്സൺ കെല്ലി സിൻഡ്രോം. രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർക്കുക. പ്ലമ്മർ വിൻസൻ സിൻഡ്രോം അല്ലെങ്കിൽ പാറ്റേഴ്സൺ കെല്ലി സിൻഡ്രോം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അയൺ ഡെഫിഷ്യൻസി, അനീമിയ, ഗ്ലോസൈറ്റിസ് ആൻഡ് ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇതൊരു അനീമിയയുടെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ പ്ലമ്മർ വിൻസൻ സിൻഡ്രോം അധികം പ്രസൻറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസി, അനീമിയ, അതിൻ്റെ കൂടെ നമുക്ക് ഗ്ലോസൈറ്റിസും സ്റ്റൊമറ്റൈറ്റിസും ഉണ്ടാവും. ഇത് നമുക്ക് ഒരു പെരിമെനോപോസൽ വുമൺസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ഫേജി ഉണ്ടാവും, കൊയിലോണൈക്കിയ, സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ആയിരിക്കും ഇവർക്കുണ്ടാവുന്നത്. അത് ഈ ഒരു അയൺ ഡെഫിഷ്യൻസിയുടെ സൈനാണ്. പിന്നെ അപ്പർ ഈസോഫാഗിയൽ വെബ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു വെബ് പോലെ, എന്താ പറയുക, ഒരു എട്ടുകാലി വല പോലെ, ഒരു വെബ് പോലെ നമ്മുടെ അപ്പർ ഈസോഫാഗസ്, നമ്മൾ ഈസോഫാഗസിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു പോസ്റ്റ് റിക്കോയിഡ് കാർട്ടിലേജിൻ്റെ ആ ഒരു റീജിയനിൽ വന്നിട്ട് വെബ് ഉണ്ടാവും. അതിനെ പറയുന്ന പേര് ഷാറ്റ്സ്കീസ് റിംഗ് ആണ്. ഓക്കെ, ഷാറ്റ്സ്കീസ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ എൻഡിൽ കാണും.
ലോവർ എൻഡിൽ കാണുന്ന അതുപോലെ റിങ്ങിനെയാണ് നമ്മൾ ഷാറ്റ്സ്കി റിംഗ് എന്ന് പറയുന്നത്. അപ്പർ എൻഡിൽ നമുക്ക് അപ്പർ ഈസോഫാഗിയൽ വെബ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഷാറ്റ്സ്കീസ് റിങ്ങും ഈ അപ്പർ ഈസോഫാഗിയൽ വെബ്സ് രണ്ടും കാണുന്നത് ഇതിലാണ്, പ്ലമ്മർ വിൻസൻ സിൻഡ്രോമിലാണ് കേട്ടോ. ഇവിടെയും നമുക്ക് സ്ക്വാമസ് സെൽ കാർസിനോമ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അഡിനോ കാർസിനോമ കിട്ടാനുള്ള ചാൻസ് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ബാരറ്റ്സ് ഈസോഫാഗസിലാണ് നമ്മൾ അഡിനോ കാർസിനോമ കിട്ടാനുള്ള ചാൻസ് പറഞ്ഞത്. ഇവിടെയൊക്കെ നമുക്ക് അധികവും സ്ക്വാമസ് സെൽ കാർസിനോമയാണ് കിട്ടുന്നത്. ഇതാണ് പ്ലമ്മർ വിൻസൻ സിൻഡ്രോമിൽ വെബ് കണ്ടോ, ഈസോഫാഗിയൽ വെബ് ഉണ്ടാവും, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവും, ബീഫി റെഡ് ടങ് ആയിരിക്കും. കാരണം എന്താണ്, അവിടെ ഗ്ലോസൈറ്റിസ് ഉണ്ടാവും, ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് ഉണ്ടാവും, ഡിസ്ഫാജി ആണ് അതിൻ്റെ സിംറ്റം. ദെൻ കോർക്ക് സ്ക്രൂ ഈസോഫാഗസ്. എന്താണ് കോർക്ക് സ്ക്രൂ ഈസോഫാഗസ്? നമ്മൾ അക്ലേഷ്യ കാർഡിയ പറഞ്ഞ പോലെ തന്നെ ഒരു പെരിസ്റ്റാൾസിസിൻ്റെ പ്രശ്നം കൊണ്ട്, ഒരു മൂവ്മെൻറ്റ് ഡിസോർഡർ ആയിട്ട് തന്നെയാണ് കോർക്ക് സ്ക്രൂ ഈസോഫാഗസും പ്രസൻറ്റ് ചെയ്യുന്നത്. It is caused by disordered peristalsis and it is characterized by retrosternal pain induced by swallowing. സ്വലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ ആയിട്ടായിരിക്കും ഇത് അധികം പ്രസൻറ്റ് ചെയ്യുക. ഡിസ്ഫേജിയയിലും കൂടുതൽ പെയിൻ ആയിട്ടായിരിക്കും. ഡിസ്ഫേജിയ തന്നെ പെയിനാണ്, പക്ഷെ സ്വാലോയിങ് ഡിഫിക്കൽട്ടി എന്നാണല്ലോ പറയുന്നത്. ഒഡൈനോഫേജിയാണ് പെയിൻ ഓൺ സ്വാലോയിങ്. ഡിസ്ഫേജിയ ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ആണ്. ഒഡൈനോഫേജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഓൺ സ്വാലോയിങ്. ആ ഒരു ഒഡൈനോഫേജിയാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ആൻഡ് കോസസ് അധികവും പറയുന്നത് ഇമോഷണൽ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ഹറീഡ് ഈറ്റിംഗ് കൊണ്ടോ വരാം. എല്ലാവരും വാരി വലിച്ച് ഭക്ഷണം കഴിക്കരുത്, സാവധാനം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു ഹറീഡ് ഈറ്റിംഗ് വരുമ്പോഴും നമുക്ക് ഈ പെരിസ്റ്റാൾസിസിൻ്റെ ഡിസോർഡർ ഉണ്ടാവാം. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, റോസറി ബീഡ് ഈസോഫാഗസ്. ഇറ്റ്സ് എ ക്ലാസിക് ഫൈൻഡിങ് ഓഫ് ഡിഫ്യൂസ് ഈസോഫാഗിയൽ സ്പാസം. ഈ ഒരു ഡിഫ്യൂസ് ഈസോഫാഗിയൽ സ്പാസം കൊണ്ടുവരുന്ന ഒരു ഇതും നമുക്കിവിടെ കാണാൻ പറ്റും, റോസറി ബീഡ് ഈസോഫാഗസ്. ദെൻ ഇവിടെ കണ്ടോ കോർക്ക് സ്ക്രൂ. കോർക്ക് സ്ക്രൂ പോലെ ഇരിക്കും നമ്മുടെ ഈസോഫാഗസ് ബേരിയമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഈസ് ഹയറ്റസ് ഹെർണിയ. ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗം ഡയഫ്രത്തിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് ഹെർണിയേറ്റ്സ് ത്രൂ ദ ഡയഫ്രം ലോവർ എൻഡ്. ഡയഫ്രം ലോവർ എൻഡ് എന്താ അങ്ങനെ എഴുതി? ഓക്കെ, അപ്പർ എൻഡ് ആട്ടോ ഉദ്ദേശിച്ചത്. അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ആണ്, ലോവർ എൻഡ് അല്ല. മോസ്റ്റ് കോമൺ ഇൻ ഒബീസ് ഫീമെയിൽസ്. ദാറ്റ് ഈസ് ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസ് ആണ്, സോറി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസ്, അതായത് സ്റ്റൊമക്കിൻ്റെ അപ്പർ പാർട്ട് ലോവർ എൻഡ് ഓഫ് ദി ഈസോഫാഗസിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് ഈസോഫാഗസിൻ്റെ അവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസിൻ്റെ സ്ഥാനത്ത് സ്റ്റൊമക്ക് ഹെർണിയേറ്റ് ചെയ്ത് വരുന്നതിനാണ് ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈസോഫാഗിയ ജംഗ്ഷനും ഇതിൻ്റെ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഈസോഫാഗസിൻ്റെ താഴത്തെ ലോവർ എൻഡിൻ്റെ ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനും ഇതിൻ്റെ കൂടെ സ്ലൈഡായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 ടൈപ്പ് ഹെർണിയ ഉണ്ട്. ഹയറ്റസ് ഹെർണിയ ടൈപ്പ് 1 സ്ലൈഡിങ്, റോളിങ്, മിക്സ്ഡ്, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ടൈപ്പ് 1 ഈസ് സ്ലൈഡിങ്. ഇത്ര ക്ലിയർ അല്ല, പിക്ചർ ക്ലിയർ ആണ്, എഴുതിയേക്കുന്നത് ക്ലിയർ അല്ല. ടൈപ്പ് 1 ഈസ് സ്ലൈഡിങ്, ടൈപ്പ് 2 ഈസ് റോളിങ്, ടൈപ്പ് 3 ഈസ് മിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 സ്ലൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നേരെ മുമ്പിലേക്ക്, നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് തള്ളി നിൽക്കുന്നൊരവസ്ഥ. ഇനി റോളിങ് ആണെങ്കിൽ സൈഡിലേക്ക് ഇതുപോലെ തള്ളി നിൽക്കുന്നൊരവസ്ഥ. മിക്സ്ഡ് ആണെങ്കിൽ അതും ഉണ്ടാവും, സൈഡിലേക്ക് തള്ളിയും വരും. മൊത്തത്തിൽ ആ സ്റ്റൊമക്ക് മൊത്തത്തിൽ അങ്ങോട്ട് തള്ളിപ്പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹൈറ്റൽ ഹെർണിയ. ദെൻ ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല. ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രക്കിയോ ഈസോഫാഗസും തമ്മിലൊരു കണക്ഷൻ അല്ലേ? ഇറ്റ് ഈസ് സീൻ ഇൻ ന്യൂ ബോൺ ബേബീസ്. ബേബി റീഗർഗിറ്റേറ്റ്സ് ഓൾ ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് ആൻഡ് സബ്സിക്വൻറ്റ് ഫിറ്റ്സ്. പാൽ കുടിക്കുമ്പോൾ കുട്ടി റീഗർഗിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ട്രക്കിയയിൽ ഒരു ഫിസ്റ്റുല വന്നിരിക്കുകയാണ്. അപ്പോൾ റിപ്പീറ്റഡ് എപ്പിസോഡ്സ് ഓഫ് കഫിങ്, ചോക്കിങ് ആൻഡ് സൈനോസിസ് ഉണ്ടാവും. ഇത് കണ്ടോ, ട്രക്കിയുണ്ട്, ഈസോഫാഗസ് ഉണ്ട്. ഈ ഈസോഫാഗസും ട്രക്കിയും തമ്മിലൊരു കണക്ഷൻ വന്നിരിക്കുകയാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ഈസ് GERD. GERD എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ആസിഡിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് കണ്ടന്റ് ഈസോഫാഗസിലേക്ക് റിഫ്ലക്സ് വരുന്ന ഒരു കണ്ടീഷനാണ് GERD.
അവിടെ നമുക്ക് കിട്ടുന്ന സിംറ്റം എന്താണ്? ഹാർട്ട് ബേണും റീഗർഗിറ്റേഷനാണ് ഉള്ളത്. ഒരു ട്രയാഡ് ഉണ്ട്, റിട്രോസ്റ്റെനൽ പെയിൻ, എപ്പിഗാസ്ട്രിക് പെയിൻ ആൻഡ് റീഗർഗിറ്റേഷൻ. ഇതാണ് അതിൻ്റെ ട്രയാഡ്. മെയിൽസിലാണ് കൂടുതലും കാണുന്നത്. അപ്പർ GI എൻഡോസ്കോപ്പി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെൽവെറ്റി അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വെൽവെറ്റ് പോലെ ഇരിക്കും നമ്മുടെ ഈസോഫാഗസ്. ഇവിടെ 24 hour pH ടെസ്റ്റാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റായിട്ട് പറയുന്നത്. നമ്മുടെ ആ ഒരു ഈസോഫാഗസിൻ്റെ pH അളക്കുന്ന ഒരു ടെസ്റ്റ്, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോസസും പിന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. സ്ട്രെസ്സ്, ഓവർ ഈറ്റിംഗ്, ഇറിറ്റൻസ്, ബീങ് ഓവർ വെയ്റ്റ് പ്രശ്നമാണ്. ലോ സ്റ്റൊമക്ക് ആസിഡിൽ സ്റ്റൊമക്കിൽ ആസിഡ് കുറവാണെങ്കിലും പ്രശ്നമാണ്. ഫുഡ് ഇൻടോളറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ഈറ്റിംഗ് ടു ക്ലോസ് ടു ബെഡ് ടൈം, അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ബെഡ് ടൈമിനോട് ചേർന്ന് ഭക്ഷണം കഴിച്ചാലും ഇത് വരാം. നെക്സ്റ്റ് ഈസ് CA ഈസോഫാഗസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഈസ് സ്ക്വാമസ് സെൽ കാർസിനോമ. നമ്മൾ അഡിനോ പറഞ്ഞത് എവിടെയാണ്? ബാരറ്റ്സിലാണ്. ബാരറ്റ്സ് ഈസോഫാഗസ് വന്നാൽ അഡിനോ കാർസിനോമ വരും എന്നുള്ള കാര്യം മറക്കരുത്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് CA ഈസോഫാഗസ് ഈസ് സ്ക്വാമസ് സെൽ കാർസിനോമ. അപ്പോൾ അതിൻ്റെ ഒരു സൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മിഡിൽ 1/3 സ്ക്വാമസ് സെൽ കാർസിനോമ ആൻഡ് ലോവർ 1/3 അഡിനോ കാർസിനോമ. നമ്മൾ പറഞ്ഞു ബാരറ്റ്സ് വരുന്നത് അഡിനോ ആണെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു മെറ്റപ്ലേഷ്യ വരുന്നത് അത് അധികവും ലോവർ എൻഡിലാണ്. അതുകൊണ്ടാണ് അവിടെ അഡിനോ കാർസിനോമ വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാനുള്ളൊരു ന്യൂമോണിക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, MSC എന്ന്. മിഡിൽ സ്ക്വാമസ് സെൽ കാർസിനോമ. ലാക്ക് എന്ന് പറഞ്ഞാൽ ലോവർ എൻഡ് അഡിനോ കാർസിനോമ. ഓക്കെ, അതാണ് MSCയും ലാക്കും. ദെൻ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? ക്രോണിക് ഗ്യാസ്ട്രിക് റിഫ്ലക്സ്, ഒബേസിറ്റി, സ്മോക്കിംഗ്. അഡിനോ കാർസിനോമയുടെ റിസ്ക് ഫാക്ടേഴ്സ് അതൊക്കെയാണ്. സ്ക്വാമസിൻ്റെ ആണെങ്കിൽ ആൽക്കഹോൾ, സിഗരറ്റ്, സ്മോക്കിംഗ്, റേഡിയേഷൻ, ഈ ഒരു പമ്മർ വിൻസൻ സിൻഡ്രോം, HPV ഇതൊക്കെ വരുന്നുണ്ട്. മിക്കവാറും മോസ്റ്റ് കോമൺ സിംറ്റം ഈസ് ഡിസ്ഫേജിയ, എസ്പെഷ്യലി ടു സോളിഡ്സ്. ദെൻ വെയിറ്റ് ലോസ് ഉണ്ടാവും. ദെൻ മെറ്റാസ്റ്റാസിസ് വരുന്നത് ലിവറിലേക്കും ലങ്സിലേക്കും ബോണിലേക്കുമാണ്. ആദ്യം ലിവറിലായിരിക്കും, പിന്നെ ലങ്, പിന്നെ ബോണ്. പിന്നെ ബാരിയം സാലം എടുത്ത് നോക്കിയാൽ ആപ്പിൾ കോർ ലീഷൻ കാണാൻ പറ്റും. ആപ്പിൾ കോർ ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ആപ്പിൾ ഒന്നാകെ കഴിക്കുമ്പോൾ നമ്മൾ ആപ്പിൾ ഫുള്ള് അതിൻ്റെ പുറം മുഴുവൻ കടിച്ചിട്ട് നടുക്കത്തെ ആ സാധനം മാത്രമാക്കി വെക്കില്ലേ, അതുപോലെ ഇരിക്കും നമ്മുടെ ഈസോഫാഗസ്. പുറമേ നിന്നുള്ളതൊക്കെ ഇങ്ങനെ കടിച്ച് വെച്ചിട്ട് നടുക്കൊരു കുഞ്ഞു കഷ്ണം പോലെ ഈസോഫാഗസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ആപ്പിൾ കോർ ലീഷൻ കാണുന്നത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആപ്പിൾ കോർ ലീഷൻ ഈ സീൻ ഇൻ CA ഈസോഫാഗസിൻ്റെ ബേരിയം സ്വാലോയിൽ കിട്ടുന്ന ഒരു ഫൈൻഡിങ് ആണ്. എൻഡോസ്കോപ്പി, ബയോപ്സി എടുത്താൽ മാലിഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഡിഫ്യൂസ് ഓർ ഡിസ്റ്റൽ ഈസോഫാജിയൽ സ്പാസം. എന്താണത്? ഇത് ഓൾസോ എ മോട്ടോർ ഡിസോർഡർ. നമ്മൾ നേരത്തെ കോർക്സ്ക്രൂ ഈസോഫാഗസ് പറഞ്ഞു അല്ലെ, ഡിഫ്യൂസ് ഈസോഫാഗിയൽ സ്പാസം അവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതും ഒരു മോട്ടോർ ഡിസോർഡർ ആണ്. മിക്കവാറും വരുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ റിപ്പീറ്റേറ്റീവ് സൈമൾട്ടേനിയസ് നോൺ പെരിസ്റ്റാൾട്ടിക് കൺട്രാക്ഷൻസ്. പെരിസ്റ്റാൾസിസ് നടക്കാതെ ഉണ്ടാവുന്ന കൺട്രാക്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു സ്പാസം വരും. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ വുമൺ, മോർ ഡ്യൂറിങ് ഇമോഷണൽ സ്ട്രെസ്. മാനോമെട്രി ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ DAS പേഷ്യൻസിന് കുറച്ച് പെരിസ്റ്റാൾസിസ് ഉണ്ടാകും, പക്ഷെ അക്ലേഷ്യ പേഷ്യൻസിന് പെരിസ്റ്റാൾസിസേ ഉണ്ടാവില്ല. ബിക്കോസ് ദർ ഇസ് ദ ആബ്സെൻസ് ഓഫ് ഫയർബാക്ക് പ്ലെക്സസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു രീതിയിലും പെരിസ്റ്റാൾസിസ് ഉണ്ടാവില്ല. ഇവർക്ക് പക്ഷേ കുറച്ചൊക്കെ പെരിസ്റ്റാൾസിസ് ഉണ്ടാവും. പക്ഷേ ഇത് DES ക്യാൻ പ്രോഗ്രസ് ടു അക്ലേഷ്യ ലേറ്റർ. പിന്നെ മറ്റ് മോട്ടിലിറ്റി ഡിസോർഡേഴ്സിൻ്റെ കുറച്ച് പേരുകളാണ് നട്ട് ക്രാക്കർ ഈസോഫാഗസ്, ജാക്ക് ഹാമർ ഈസോഫാഗസ്. അപ്പോൾ ഈ കോർക്ക് സ്ക്രൂ ഈസോഫാഗസ്, നട്ട് ക്രാക്കർ ഈസോഫാഗസ്, ജാക്ക് ഹാമർ ഈസോഫാഗസ് ഇതൊക്കെ എന്താണ്? മോട്ടിലിറ്റി ഡിസോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പർ കോൺട്രാക്റ്റൈൽ പെരിസ്റ്റാൾസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളത് ഓർക്കുക. ഇപ്പോൾ അക്ലേഷ്യ കാർഡിയ ആയാലും കോർക്ക് സ്ക്രൂ ഈസോഫാഗസ് ആയാലും ഈ ഒരു ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ നട്ട് ക്രാക്കർ, ജാക്ക് ഹാമർ ഇതൊക്കെ വരുന്നത് മോട്ടിലിറ്റി ഡിസോർഡർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ഈസോഫാജിയൽ ഡൈവർട്ടിക്കുല. ഡൈവർട്ടിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പൗച്ച് അല്ലേ, ഒരു എക്സ്ട്രാ പൗച്ച്. നമ്മുടെ മ്യൂക്കോസ വന്നിട്ട് ഒരു പൗച്ച് പോലെ തൂങ്ങി കിടക്കുന്നതിനെ നമ്മൾ ഈസോഫാഗിയൽ ഡൈവർട്ടിക്കുല എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഔട്ട് പൗച്ചിങ് ഓഫ് ദ ഈസോഫാഗിയൽ മ്യൂക്കോസ. മിക്കവാറും ഇത് അസിംറ്റമാറ്റിക് ആയിരിക്കും, പക്ഷേ അത് ഒരു റിഗർഗിറ്റേഷൻ, ഡിസ്ഫേജിയ അതുപോലുള്ള സിംറ്റം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ഈസോഫാഗസ് ഡൈവർട്ടിക്കുലയാണ് പറയുന്നത്: എപ്പിഫ്രെനിക്, റോക്കിറ്റാൻസ്കി ആൻഡ് സെംഗേഴ്സ്. ഓക്കെ,
ഇതിൻ്റെയൊക്കെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഫ്രെനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പാർട്ടിൽ വരുന്നതാണ് എപ്പിഫ്രെനിക്. ആ ഒരു ഫ്രെനിക് നെർവിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ടാണ് അതിനെ എപ്പിഫ്രെനിക് എന്ന് പറയുന്നത്. ദെൻ റോക്കിറ്റാൻസ്കി. റോക്കിറ്റാൻസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ഫോംഡ് ബൈ ദ സിക്കാട്രിക്കൽ കൺട്രാക്ഷൻ ഡ്യൂ ടു ക്രോണിക് ഇൻഫ്ലമേറ്ററി ആൻഡ് ഫൈബ്രോട്ടിക് സ്റ്റേറ്റ് ദാറ്റ് ഡ്രോസ് ദ വാൾ ഓഫ് ദി ഈസോഫാഗസ് ഔട്ട്. അപ്പോൾ ഒരു ഭയങ്കര ക്രോണിക് ആയിട്ടൊരു ഇൻഫ്ലമേഷൻ വന്നിട്ട് ഫൈബ്രോസിസ് ആയി പോയ ആ ഒരു ഭാഗത്ത് ആ ഒരു മ്യൂക്കോസ വന്നിട്ട് തള്ളി പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റോക്കിറ്റാൻസ്കി എന്ന് പറയുന്നത്. മിക്കവാറും ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഫൈബ്രോസിസ് ആകുമ്പോൾ എൻറ്റയർ ഈസോഫാഗസിൻ്റെ വോൾ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഒരു എൻറ്റയർ മ്യൂക്കോസ തള്ളി പോകുന്നതിനെ നമ്മൾ ട്രൂ ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ റോക്കിറ്റാൻസ്കി ടൈപ്പ് ഓഫ് ഡൈവർട്ടിക്കുലം ഇസ് എ ട്രൂ ഡൈവർട്ടിക്കുലം ബിക്കോസ് ഓൾ ദ മ്യൂക്കോസ ഓഫ് എൻറ്റയർ വോൾ ഓഫ് ഈസോഫാഗസ് പൗച്ചസ് ഔട്ട്വേർഡ്സ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ട്രൂ ഡൈവർട്ടിക്കുലം എന്ന് പറയും. ഇനി സെങ്കേഴ്സ് അല്ലെങ്കിൽ കിലിയൻ ജെമൈസൺ, അതിൻ്റെ വേറൊരു പേരാണ് കേട്ടോ. സെങ്കേഴ്സ് അല്ലെങ്കിൽ കിലിയൻ ജെമൈസൺ അല്ലെങ്കിൽ ഫാരിഞ്ചോ ഈസോഫാജിയൽ. ഇത് മൂന്നും ഇതിൻ്റെ പേരുകളാണെന്ന് ഓർക്കുക. ഫാരിഞ്ചോ ഈസോഫാജിയൽ. അപ്പം എന്താ? അവിടെ ഫാരിങ്സും ഇൻവോൾവ് ആണ്. അതിന് മോസ്റ്റ് കോമൺ ടൈപ്പായിട്ട് പറയുന്നത് ഇത് അപ്പർ പാർട്ടിൽ പോസ്റ്റീരിയർ ആയിട്ടാണ് വരുന്നത്. മിഡ് ലൈൻ നെക്കിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലായിട്ടാണ് വരുന്നത്. നമുക്ക് പിക്ചർ ഉണ്ട്. ഇത് നമ്മുടെ ട്രക്കിയയുടെ പോസ്റ്റീരിയർ വ്യൂ ആണിത്. നേരെയുള്ളതല്ല, പോസ്റ്റീരിയർ വ്യൂവിൽ നമ്മുടെ തൈറോഫാരിഞ്ചസ് മസിലിൻ്റെയും ക്രിക്കോഫാരിഞ്ചസ് മസിലിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് കിലിയൻസ് ഡെഹിസൻസ്. അപ്പോൾ എന്ത് സംഭവം? ഈ സ്പേസിലൂടെ നമ്മുടെ ഈസോഫാഗസിൻ്റെ മ്യൂക്കോസ് എന്ത് സംഭവിക്കും? തള്ളി പുറത്തേക്ക് വന്നിരിക്കുന്നതാണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കിലിയൻ ജെമൈസൺ ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. കണ്ടോ? തൈറോഫാരിഞ്ചസ് മസിലിൻ്റെയും ക്രിക്കോഫാരിഞ്ചസ് മസിലിൻ്റെ ഇടയിലുണ്ടാവുന്ന കിലിയൻസ് ഡെഹിസൻസിലൂടെ ഈ ഫാരിങ്സ് ഈ ഒരു എന്താ പറയുക ഈസോഫാഗസിൻ്റെ പാർട്ട് ഡൈവർട്ടിക്കുലമായി പോകും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? പോസ്റ്റീരിയറിൽ എന്തുണ്ട്? ഫാരിങ്സ് ഉണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഫാരിങ്സിൻ്റെ അങ്ങോട്ട് ഡൈവർട്ടിക്കുലം വരുന്നതുകൊണ്ടാണ് അതിനെ ഫാരിഞ്ചോ ഈസോഫാജിയൽ ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈസോഫാജിയൽ ഡൈവർട്ടിക്കുലം. ദെൻ ഈസോഫാജിയൽ പെർഫറേഷൻ. ഈസോഫാജിയൽ പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോയർഹാവ് സിൻഡ്രോം. അപ്പോൾ ഈസോഫാജിയൽ പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസിൻ്റെ ടിയർ അല്ലേ, ഈസോഫാഗസ് പൊട്ടുന്ന ഒരവസ്ഥയാണ് ഈസോഫാജിയൽ പെർഫറേഷൻ. അപ്പോൾ അത് രണ്ട് സംഭവം പറയുന്നുണ്ട്. ബോയർഹാവ് സിൻഡ്രോമും വാലറി വീസ് സിൻഡ്രോമും ആണ് പറയുന്നത്. ബോയർഹാവ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് പെർഫറേഷൻ അഫക്റ്റ് ദ ലെഫ്റ്റ് പോസ്ട്രോലാറ്ററൽ ആസ്പെക്ട് ഓഫ് GE ജംഗ്ഷൻ. അതായത് ഗ്യാസ്ട്രോഇസോഫാഗൽ ജംഗ്ഷൻ്റെ പോസ്ട്രോലാറ്ററൽ ആസ്പെക്റ്റിലാണ് നമുക്ക് അവിടെ പെർഫറേഷൻ വരുന്നത്. ആ ഒരു സൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് പോസ്ട്രോലാറ്ററൽ ആസ്പെക്ട് ഓഫ് GE ജംഗ്ഷൻ. 40 to 60 years ഓഫ് ഏജ് ആണ്. മിക്കവാറും ഇവിടെ ഇവർക്ക് ഒരു ഹിസ്റ്ററി ഓഫ് റീസെൻറ്റ് MSS ഉണ്ടാവും. ഭയങ്കര ഛർദി ഉണ്ടാവും. ആ ഒരു ഛർദിയുടെ ഒരു ഇതുകൊണ്ടാണ് മിക്കവാറും ഇവർക്ക് ഈ ഒരു സംഭവം വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് റപ്ചേഴ്സ് ദ ഫുൾ തിക്നെസ് ഓഫ് ഈസോഫാഗസ്. ഈസോഫാഗസിൻ്റെ മൊത്തം തിക്നെസ്സിനെയും റപ്ചർ ചെയ്തിട്ടാണ് ബോയർഹാവ് സിൻഡ്രോം വരുന്നത്. അതായത് ട്രാൻസ്മ്യൂറൽ ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പോയിന്റ് കേട്ടോ. ബോയർഹാവ് സിൻഡ്രോമിൽ ട്രാൻസ്മ്യൂറൽ ആയിട്ടായിരിക്കും റപ്ചർ സംഭവിക്കുന്നത്. ഇവിടെ നമുക്കൊരു ട്രയാഡ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മാക്ലേഴ്സ് ട്രയാഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാക്ലേഴ്സ് ട്രയാഡ് കാണപ്പെടുന്നത് ബോയർഹാവ് സിൻഡ്രോമിലാണ്. എന്തൊക്കെ ഉണ്ടാവും? തൊറാസിക് പെയിൻ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ആൻഡ് സെർവിക്കൽ സബ്ക്യൂട്ടേനിയസ് എംഫൈസിമ. കാരണം എന്താ? ഈ ഒരു പെർഫറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലങ്ങിന് ഇറിറ്റേഷൻ വന്നിട്ട് അവിടെ നമുക്ക് എംഫൈസിമ ഉണ്ടാവും. ഇനി മാലറി വീസ് സിൻഡ്രോം. മാലറി വീസ് സിൻഡ്രോമും ടിയർ തന്നെയാണ്, പക്ഷേ അവിടെ മ്യൂക്കോസൽ ലെയർ മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതും മിക്കവാറും ഒരു ഛർദിയോട് കൂടി ഉണ്ടാവുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? മ്യൂക്കോസൽ ലെയർ മാത്രമേ ടിയർ വരുന്നുള്ളൂ. പക്ഷേ ബോയർഹാവ്സിൽ മൊത്തം 3 ലെയറും ഇൻവോൾവ് ആണ്.
ഇവിടെ നമുക്ക് അധികവും ബ്ലഡി വോമിറ്റിംഗ് ഹെമറ്റമെസിസ് ആണ് കൂടുതലും വരുന്നത്. ആൽക്കഹോളിക്സിലും NSAID യൂസേഴ്സിലും ഹയറ്റസ് ഹെർണിയ പേഷ്യൻസിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. ഇവിടെ നമുക്ക് വോമിറ്റിംഗ് ഹെമറ്റമെസിസ് ആൻഡ് ആൽക്കഹോളിസം ആണ് ട്രയാഡ് ആയിട്ട് പറയുന്നത്. പക്ഷേ മാക്കുലേഴ്സ് ട്രയാഡ് ആയിട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എൻഫൈസിമയും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ബോയർ-ഹാബ്സ് സിൻഡ്രോം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈസോഫാഗസ് വരുന്നത്. ഓക്കെ.